വിശ്വാസത്തെയും അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്ത രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത നിലപാടിനൊരുങ്ങി വിശ്വ ഹിന്ദു പരിഷത്ത്. ഹിന്ദുത്വം ക്രിമിനലിസമാണെന്നും അത് രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കണമെന്ന രാഹുലിന്റെ വിവാദ പരാമർശം ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഒരു ബഹുഭൂരിപക്ഷം ജനതയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി VR രാജശേഖരൻ പറഞ്ഞു. രാഹുൽ ഗാന്ധി ലോക ഹൈന്ദവ സമൂഹത്തോട് ഇന്ത്യൻ പാർലമെന്റിൽ വെച്ച് മാപ്പ് പറയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകളെ വെള്ളപൂശുന്ന ജിഹാദി മാധ്യമങ്ങളെ ഹൈന്ദവ സമൂഹം ഒന്നടങ്കം ബഹിഷ്കരിക്കുകയും രാഹുലിനെതിരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യുവജന പ്രസ്ഥാനമായ ബജ്രംഗ് ദളിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. വളരെയധികം വേദനയോടുകൂടിയാണ് ഈ ഒരു വാർത്ത ശ്രവിക്കേണ്ടി വന്നത്. ബഹുജന സുഖായ ബഹുജന ഹിതായ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നിത്യാദി ഉദ്ബോധനങ്ങൾ, വിശ്വശാന്തി എക്കാലവും ലോകത്ത് നിലനിൽക്കണം എന്ന സന്ദേശം ലോകത്ത് ഒരു മതവിഭാഗവും ഒരു ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലോ ഒരു ധർമ്മഗുരുക്കന്മാരോ സനാതനധർമ്മ വിശ്വാസത്തിലും സനാതനധർമ്മ ഗുരുപരമ്പരയിലും അല്ലാതെ മറ്റൊരിടത്തും കാണാൻ കഴിയുകയില്ല. അത്തരം സനാതനധർമ്മ വിശ്വാസത്തിൻ്റെ നെടുന്തൂണുകളായിട്ടുള്ള ഹൈന്ദവ ധർമ്മത്തെ അധിക്ഷേപിക്കുകയും അവമതിക്കുകയും അപമാനിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ദിവസം ഭാരതത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഭാരതത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം അലങ്കരിക്കുന്ന ശ്രീമാൻ രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന നടത്തിയത്. ഹിന്ദുത്വം ക്രിമിനലിസമാണെന്നും ഈ നാട്ടിൽ നിന്നും തുടച്ചു നീക്കപ്പെടേണ്ടതാണെന്നും ഇന്ന് ഇതിനു വേണ്ടിയാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആകെ മൊത്തമായിട്ടുള്ള ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ ഇവരുടെ എല്ലാം തന്നെ പുറപ്പാട് ലോക ഇസ്ലാമിക ഭീകരന്മാർക്കുള്ള പിന്തുണ പ്രഖ്യാപിക്കലാണ് എന്ന് വേണം ഇതിനെ കരുതുവാൻ. ശ്രീമാൻ ഒവൈസി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ആർക്കൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പിന്നോക്കം അല്ലെങ്കിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്നും പിന്മാറിയതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെയാണ് രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെ അപമാനിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് നടത്തിയ ഈ പരാമർശം. അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഹിന്ദു സമൂഹത്തോട് മാപ്പിരക്കണം, സനാതനധർമ്മത്തോട് മാപ്പിരക്കാൻ തയ്യാറാവണം, ലോക ഹൈന്ദവ സമൂഹത്തോട് മാപ്പിരക്കാൻ തയ്യാറാവണം. അതേപോലെയാണ് അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് വാസ്തവത്തിൽ KP കേശവമേനോൻ എന്ന് പറയുന്ന ആ മഹാപണ്ഡിതാഗ്രേസരൻ്റെ ആത്മാവ് ഇന്ന് സ്വർഗത്തിലിരുന്ന് വിങ്ങിപ്പൊട്ടുകയാണ്. കാരണം അദ്ദേഹം തുടങ്ങിവെച്ച ആ മഹാപ്രസ്ഥാനം അതിന്ന് ഇസ്ലാമിക ജിഹാദികളുടെ കൈകളിൽ ആ നാമധേയം മാത്രം പേരിന് മാത്രം ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുക്കളെ ഹിന്ദു പത്രമാണ് എന്ന് പറ്റിച്ചുകൊണ്ട് ജമായത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഇസ്ലാമിക ഭീകരന്മാരുടെ കരങ്ങളിലാണിന്ന് ഈ മാതൃഭൂമി ദിനപത്രം. ആ മാതൃഭൂമി പത്രവും മനോരമയും ഒക്കെയാണ് ഇന്ത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ നന്ദി അറിയിക്കുന്നു. എന്തിനു വേണ്ടി? ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബഹുജന സുഖായ ബഹുജന ഹിതായ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നിത്യാദി ഉദ്ബോധനങ്ങൾ ലോക സമാധാനത്തിന് വേണ്ടി സംഭാവന ചെയ്ത ആ മഹാരഥന്മാരുടെ ജീവിതം പിന്തുടരുന്ന ഒരു ജനാവലിയെ അപമാനിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് അവർ ഭീകരന്മാരാണെന്നും അവർ ഈ നാട്ടിൽ നിന്നും തുടച്ചു മാറ്റപ്പെടേണ്ടവരാണെന്നും ഒക്കെയുള്ള പ്രസ്താവന വാസ്തവത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിന് ഒരിക്കലും ചേർന്നതല്ല, അതിൻ്റെ നിലവാരത്തിന് ചേർന്നതല്ല. അദ്ദേഹത്തിൻ്റെ നിലവാര തകർച്ച എന്നും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ നിന്ന് ഓരോ നിമിഷവും അദ്ദേഹം പ്രതിഫലിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഭാരതത്തിലെ എല്ലാ കോടതികളിലും കയറിയിറങ്ങി മാപ്പ് 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 എന്ന് പറയുന്ന ആ രാഹുൽ ഗാന്ധിയോട് മാപ്പ് പറയണമെന്ന് പറയുന്നതിന് ഹിന്ദു സംഘടനകൾക്ക് പോലും ഒരു അല്പം വിഷമം തോന്നുന്നുണ്ട്. പക്ഷേ ഒരു തുടക്കത്തിൽ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പരിപാടികളിലും ഹിന്ദു സമാജം അദ്ദേഹത്തെ ബഹിഷ്കരിക്കാൻ തയ്യാറാവണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ്. അതേപോലെ തന്നെ അദ്ദേഹം മാപ്പ് പറഞ്ഞില്ല എങ്കിൽ ഉറപ്പിച്ചോളൂ, ഇയാൾ ബ്രിട്ടീഷ് പൗരനാണ്. രാഹുൽ ഗാന്ധി എന്ന് രാഹുൽ ഗിണ്ടി എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി എന്ന് തെറ്റായി ജനങ്ങൾ ചിത്രീകരിക്കപ്പെടുന്ന ഈ രാഹുൽ ഗിണ്ടി അയാൾ ബ്രിട്ടീഷ് പൗരനാണ് എന്ന് ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടുള്ള രേഖാപരമായ എല്ലാ തെളിവുകളും ഇന്ന് ലോകസമക്ഷം വ്യക്തമാണ്.
അതേപോലെ തന്നെ ഭാരതത്തിന് അകത്ത് നിന്നുകൊണ്ടും ഭാരതത്തിന് പുറത്ത് നിന്നുകൊണ്ടും ശത്രു രാജ്യങ്ങളുമായി ചങ്ങാത്തം കൂടിക്കൊണ്ടും ഭാരതത്തെ ഇന്നേ വരെ നശിപ്പിച്ച പാരമ്പര്യം മാത്രമുള്ള ദേശദ്രോഹിയാണ് ഈ പ്രതിപക്ഷ നേതാവ്. ഈ പ്രസ്താവനയിലൂടെ ഒരു രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയെ വേദനിപ്പിച്ചുകൊണ്ട് അവരുടെ ആത്മാഭിമാനത്തെയും അവരുടെ ആത്മചൈതന്യത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് ഇത്തരം അവഹേളനാപരമായ നടപടികളെ പിൻവലിച്ച് പൊതു മാപ്പ് പറയാനും അതിന് വെള്ളപൂശിയ മാധ്യമങ്ങൾ ജിഹാദി മാധ്യമങ്ങൾ തന്നെയാണ്. ഈ ജിഹാദി മാധ്യമങ്ങൾ ഉപേക്ഷിക്കപ്പെടണം, വെറുക്കപ്പെടണം. ഈ മാധ്യമങ്ങളാണ് വെറുപ്പിൻ്റേതായ ആ പരിശീലനം കൊടുക്കുന്ന, വെറുപ്പിൻ്റേതായ സംഗതി വ്യാപരിപ്പിക്കുന്ന ഈ മാധ്യമങ്ങൾ യഥാർത്ഥ പത്രധർമ്മം എന്താണ്, മാധ്യമധർമ്മം എന്താണ് എന്ന് മറന്നുപോയിരിക്കുന്നു. അവർക്ക് കൈമോശം വന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് ഹൈന്ദവ സമൂഹം ഒന്നടങ്കം ജാതിഭേദമന്യേ വർഗരാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിച്ചുകൊണ്ട് മാതൃഭൂമി ദിനപത്രത്തെ ബഹിഷ്കരിക്കണം. അതിനി ഒരിക്കലും നമുക്ക് വേണ്ട. അത് പൂർണ്ണമായും ഇന്ന് ഇസ്ലാമിക ഭീകരന്മാരുടെ കരവലയങ്ങൾക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുകയാണ്. അവർ പറയുന്നതിൻ്റെ കുഴലൂത്തുകാരായി ഇന്നതിൻ്റെ പത്രാധിപ സമിതി അധപ്പതിച്ചിരിക്കുന്നു എന്ന് വേണം കരുതുവാൻ. PV ചന്ദ്രനെ പോലെയുള്ള മഹാരഥന്മാരിരുന്ന കസേരകളിൽ ഇന്ന് ജിഹാദികളുടെ ഏഴാം കൂലികൾ കയറിയിരുന്നു കൊണ്ട് കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായം ഇനി ഹിന്ദു സമൂഹം സഹിക്കില്ല, ക്ഷമിക്കില്ല, പൊറുക്കില്ല. അത് ശക്തമായ നിലപാടുമായി മുൻപോട്ട് പോകും. ഇതിനെ സംബന്ധിച്ചുള്ള സമരപരിപാടികൾ മുഴുവനും ആഹ്വാനം ചെയ്യുന്നതിന് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ യുവജന പ്രസ്ഥാനമായിട്ടുള്ള ബജരംഗദളിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതിശക്തമായ സമരപരിപാടികളുമായിട്ട് ഈ അവഹേളനത്തിനെതിരെ പൊതുസമൂഹത്തിൻ്റെ പൊതു മനസാക്ഷിയെ ഉണർത്തിക്കൊണ്ട് പൊതുസമൂഹം ഇതിനെതിരെ രംഗത്ത് വരുന്നതിനുള്ള ആഹ്വാനം ചെയ്യുവാൻ ബജരംഗദളിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഈ അവസരത്തിൽ രേഖപ്പെടുത്തുവാനുള്ളത്. സകലവിധമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാതൃഭൂമി പത്രത്തെയും മലയാള മനോരമ പത്രത്തെയും ഹിന്ദുവിരുദ്ധമായിട്ട് വരുന്ന ആ വാർത്തകൾ പടച്ചുവിടുന്ന, അസത്യമായിട്ടുള്ള വാർത്തകൾ, അന്യായമായ വാർത്തകൾ പടച്ചുവിടുന്ന എല്ലാ മാധ്യമങ്ങളെയും ബഹിഷ്കരിക്കാൻ ഹിന്ദു സമൂഹം തയ്യാറാവണം. ഹിന്ദുവിൻ്റെ ഏകോപനത്തിലൂടെ മാത്രമേ നമ്മുടെ രാഷ്ട്രത്തിൽ ഇനി സ്വൈരജീവിതം നടമാടൂ എന്നതിന് രണ്ടു പക്ഷമില്ല. അതിനു വേണ്ടിയിട്ട് സമാധാനകാംക്ഷികളായ എല്ലാ സജ്ജനങ്ങളും ഈ സമരപരിപാടികൾ അണിചേരണമെന്ന് ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്യുന്നു, അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.